ഏപ്രിൽ 25 വൈകുന്നേരം അല്ലെങ്കിൽ ഏപ്രിൽ 24 വൈകുന്നേരം 3 മണിയോടുകൂടിയായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എൻ്റെ സുഹൃത്തിൽ നിന്നും ഞാൻ അറിയുന്നത്. എന്നാൽ SP ഓഫീസിലേക്ക് ചെല്ലുകയും ഫോൺ അടക്കമുള്ള സാധനങ്ങൾ പോലീസിന് സമർപ്പിക്കുകയും പരാതി നൽകുകയും ചെയ്തു. എന്നാൽ എൻ്റെ കേസിൽ പരാതി എടുക്കാൻ പോലീസ് തയ്യാറായില്ല. വീണ്ടും DGPക്ക് പരാതി നൽകുന്നു, SPക്ക് പരാതി നൽകുന്നു, DIGക്ക് പരാതി നൽകുന്നു, DYSPക്ക് പരാതി നൽകുന്നു. എന്നാൽ പരാതിയുടെ ഒരു തുടർക്കഥ നടന്നു. എന്നാൽ അതിൽ പോലും പരാതി എടുത്തില്ല. എന്നാൽ അന്ന് 10 മണിക്ക് CPMന്റെ LDFന്റെ പ്രചരണ കമ്മിറ്റി ചെയർമാനായിട്ടുള്ള ഭാസ്കരൻ മാസ്റ്ററുടെ പരാതിയിൽ ആദ്യമായി എന്നെ 153A വകുപ്പ് ചേർത്തുകൊണ്ട് പ്രതി ചേർക്കുകയാണ്. എന്നാൽ വീണ്ടും നമ്മൾ പരാതി നൽകുന്നു, പരാതി എടുക്കുന്നില്ല. വീണ്ടും നമ്മൾ ഹൈക്കോടതിയെ സമീപിക്കുകയാണ്. ഹൈക്കോടതിയിൽ റിട്ട് നൽകുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി കേസ് അന്വേഷിക്കാൻ വേണ്ടി പോലീസിനോട് ആവശ്യപ്പെടുന്നു. ആ സമയത്തൊന്നും പോലീസ് കൃത്യമായ ഒരു അന്വേഷണം നടത്താതെ വഴിതിരിഞ്ഞു പോകുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ LDF സർക്കാർ അധികാരം ഒഴിഞ്ഞ് പോകുന്ന അവസാന നിമിഷം റിവേഷ് മാഷി ഇതിനുള്ള ഉത്തരം പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് കേസ് അവസാനിപ്പിക്കുന്ന സാഹചര്യം. എന്നാൽ പാറക്കൽ അബ്ദുള്ള സാഹിബ് MLA ആയതിനു ശേഷം ആദ്യമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലക്ക് പരാതി നൽകുകയും ഇതിൽ SIT രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ SIT വരുന്നു. 2 ആഴ്ച പിന്നിടുമ്പോൾ ഇത് DYFIയുടെ നേതാക്കന്മാരിലേക്ക് എത്തുന്നു. ഇത് DYFIയുടെ ഇന്ന് പുതിയ വടകര ബ്ലോക്ക് കമ്മിറ്റി അംഗമായിട്ടുള്ള ജിതിൻ ഭാസ്കറിനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പരാതിക്കാരൻ എന്നുള്ളതിനപ്പുറത്തേക്ക് നാട് കലാപത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്ന ഒരു വർഗീയ പരാമർശമുള്ള ഒരു പോസ്റ്റ് ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട്, പ്രചരിക്കപ്പെട്ടു. എന്നാൽ അത് ഇടത് സൈബർ ഇടങ്ങളിലാണ് പ്രചരിക്കപ്പെട്ടതെന്ന് നമുക്കൊക്കെ അറിയാം. എല്ലാ പേജുകളും ഇടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന സൈബർ ഇടങ്ങളിൽ നിന്നാണ് ഇത് പ്രചരിക്കപ്പെട്ടിട്ടുള്ളത്. എല്ലാ തരത്തിലും ഇത് 4 വോട്ടിന് വേണ്ടി CPM കഴിഞ്ഞ കാലങ്ങളിൽ വടകരയിൽ നടത്തി. മുഹമ്മദ് കാസിം, ഈ സംഭവം ആദ്യം താങ്കളുടെ പേരിൽ ആക്ഷേപമായി ഉയർന്നു ഒന്നാണല്ലോ. കോടതിയിൽ പോയി താങ്കൾ അതിന് അനുകൂലമായ ഒരു വിധി സമ്പാദിക്കുകയും അന്വേഷണം ഇവിടെ എത്തുകയും ചെയ്തു. അതിനിടയ്ക്കുള്ള ഒരു കാലമുണ്ടല്ലോ, ഇത് പുറത്തു വന്നതിന് ശേഷമുള്ള ദിവസങ്ങൾ, ആ സമയത്തുണ്ടായിരുന്ന അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു താങ്കൾ നേരിട്ടത് സോഷ്യൽ മീഡിയയിലും പുറത്തും? ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അന്ന് ഇലക്ഷന്റെ തലേ ദിവസമാണ് ഉണ്ടായിട്ടുള്ളത്. ഇലക്ഷന്റെ സമയത്ത് പോളിംഗ് ബൂത്തിലേക്ക് കാരിച്ചെല്ലാൻ പറ്റാത്ത സാഹചര്യം, ആളുകൾ വർഗീയ ചുവയോടെ നോക്കുന്ന സാഹചര്യം, അപമാനപരമായി നമ്മൾ ക്രൂശിക്കപ്പെടുന്ന നാട്ടിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് പ്രചരിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിൽ അപമാനകരമായി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായത് അത് അനുഭവിച്ചറിയണമെന്നാണ് ഞാൻ പലപ്പോഴും പല ആളുകളോടും പറയാറുള്ളത്. നമ്മൾ ആളുകൾ നോക്കുന്നൊരു നോട്ടമുണ്ട്. പല ആളുകളും എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പിതാക്കൾക്ക് തുല്യമായി അല്ലെങ്കിൽ ജ്യേഷ്ഠാനുജന്മാർക്ക് തുല്യമായി കാണുന്ന ആളുകൾ പോലും നമ്മളെ നോക്കിക്കാണുന്ന സാഹചര്യം ഉണ്ടാകും. വളരെ പ്രയാസമുണ്ടായി. നമ്മൾ ഒരു പൊതുപ്രവർത്തകനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് മതത്തിനപ്പുറത്തേക്ക് എല്ലാ ജനങ്ങളെയും ഒരുപോലെ കാണുന്ന ആളെ എന്നുള്ള നിലക്ക് അതിനുണ്ടായ വേദന വളരെ പ്രയാസകരമായിട്ടുണ്ട്. 2.5 വർഷം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ കേസ് ഇപ്പോൾ തെളിഞ്ഞു നിൽക്കുന്ന സാഹചര്യം 2.5 വർഷം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ ലാഗ് ടൈമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ എൻ്റെ പാസ്പോർട്ട് പോലീസ് തടഞ്ഞു വെച്ചിട്ടാണുള്ളത്. അതുപോലെ ഫോണ് 2.5 വർഷമായിട്ട് പോലീസ് നൽകിയിട്ടില്ല. ഈ ഫോണ് ഇപ്പോൾ നമുക്ക് ഈ SIT വന്നതിലുള്ള ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഫോറൻസിക് പരിശോധനയ്ക്ക് ഒരാഴ്ച വേണ്ട എന്നുള്ളതാണ്. എൻ്റെ ഫോൺ ഇപ്പോഴും എനിക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല. എന്നാൽ ജിതിൻ ഭാസ്കറിന്റെ ഫോണ് കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഫോറൻസിക് പരിശോധന കഴിഞ്ഞു, അതിന്റെ റിപ്പോർട്ട് വന്നു. ജിതിനാണ് ഇത് ആദ്യം ഷെയർ ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ അറസ്റ്റ് പോലും നടന്നിട്ടുള്ളത് എന്നാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ കടന്നുപോയിട്ടുള്ള ഒരാളെ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു വർഗീയവാദിയായി ജനങ്ങൾ നോക്കിക്കാണുന്ന ഏറ്റവും വലിയ പ്രയാസകരം എന്ന് പറയുന്നത്.